ബോക്സ് ഓഫീസിനെ ഞെട്ടിച്ച മോഹൻലാൽ ആഗോള ബോക്സ് ഓഫീസിൽ 200 കോടിയിലധികം ദൃശ്യം 3 നേടിക്കഴിഞ്ഞു. ദൃശ്യം 3 രണ്ടാം വാരം എത്തുമ്പോൾ 500 തിയേറ്ററുകളിലാണ് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത്. 4ാം ക്ലാസ് ആണെങ്കിലും ജോർജ് കുട്ടിയെ ചെറുതായി കാണണ്ട. ബോക്സ് ഓഫീസിനെ ഞെട്ടിച്ചു ജോർജ് കുട്ടിയും ഫാമിലിയും. 7 ദിവസം കൊണ്ട് 200 കോടി ക്ലബിൽ ദൃശ്യം 3. 3ാം തവണയും ദൃശ്യവിസ്മയം ആവർത്തിച്ച് ജിത്തു ജോസഫ്. സിനിമ തിയേറ്ററിലെത്തി വെറും 58 മണിക്കൂറുകൾ കൊണ്ടാണ് ദൃശ്യം 3 100 കോടി ക്ലബിലേക്ക് എത്തിയത്. ഇപ്പോഴിതാ 200 കോടിയും നിസാരമായി നേടിയിരിക്കുകയാണ് ജോർജ് കുട്ടി. റിലീസ് ചെയ്ത് 7 ദിവസം കൊണ്ടാണ് ചിത്രം 200 കോടി ക്ലബിലേക്ക് എത്തിയത്. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾ മോഹൻലാൽ നായകനായി 200 കോടി ക്ലബിൽ കയറിയവയാണ്. രണ്ടാം വാരം എത്തുമ്പോഴും 500 തിയേറ്ററുകളാണ് കേരളത്തിൽ ദൃശ്യം 3 പ്രദർശിപ്പിക്കുന്നത്. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് അങ്ങോളം ഇങ്ങോളം ലഭിക്കുന്നത്. ദൃശ്യത്തിന്റെ 3ാം ഭാഗം മികച്ച ദൃശ്യാനുഭവമായി മാറിയെന്ന് ക്ലൈമാക്സിന് ശേഷം തിയേറ്ററിലെ പ്രേക്ഷകരുടെ കയ്യടികളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ദൃശ്യം 3 കേരളത്തിൽ 465 സ്ക്രീനുകളിലും ലോകമെമ്പാടുമായി 3000 സ്ക്രീനുകളിലുമാണ് എത്തിയിരിക്കുന്നത്. വിദേശ വിപണിയിലും വലിയ മുന്നേറ്റമാണ് ഈ ചിത്രം നടത്തുന്നത്. വിദേശത്ത് നിന്ന് മാത്രം 95 കോടിക്ക് മുകളിലാണ് ചിത്രം കൊയ്തത്. 7ാം ദിവസത്തിൽ മാത്രം 4721 പ്രദർശനങ്ങളുണ്ട്. വിദേശത്ത് നിന്ന് 5 കോടി രൂപയ്ക്ക് മുകളിൽ ഒറ്റ ദിവസത്തിൽ മാത്രം ചിത്രം സ്വന്തമാക്കി. പ്രവൃത്തി ദിവസങ്ങളിൽ പോലും കേരളത്തിലെ മിക്ക തിയേറ്ററുകളും ഹൗസ്ഫുള്ളാണ്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഇതിലൂടെ ബോക്സ് ഓഫീസിൽ നമ്മൾ കണ്ട കുതിപ്പ്. 2013 ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങുന്നത്. 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ജോർജ് കുട്ടി എന്ന കേബിൾ TV ഓപ്പറേറ്ററുടെ അപ്രതീക്ഷിത നീക്കങ്ങൾ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചു കഴിഞ്ഞു. ഇരുകൈയും നീട്ടി ജോർജ് കുട്ടിയെയും കുടുംബത്തെയും അവർ സ്വീകരിച്ചു. അങ്ങനെ ഇൻഡസ്ട്രി ഹിറ്റടിച്ചാണ് ഓരോ ഭാഗവും തിയേറ്ററിൽ നിന്നും പിൻവാങ്ങുന്നത്. വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം പിന്നീട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കത്തിക്കയറുന്നതാണ് കണ്ടത്. പിന്നീട് റീമേക്കുകളിലൂടെയും മറ്റും ദൃശ്യം ഒരു മലയാള സിനിമയുടെ ബ്രാൻഡായി മാറി. ദൃശ്യം ഫ്രാഞ്ചൈസിക്ക് നീതി പുലർത്തുന്ന കഥയാണ് 3ാം ഭാഗത്തിലും കണ്ടത്. കണ്ടിറങ്ങുന്നവർ ആദ്യ ദിവസം തന്നെ അഭിപ്രായപ്പെടുന്നതും അതുതന്നെ. ഇമോഷണൽ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ജിത്തു ജോസഫ് ദൃശ്യം 3 ഒരുക്കിയിരിക്കുന്നത്. 13 വർഷം മുമ്പ് ദൃശ്യം തിയേറ്ററിലെത്തിയപ്പോൾ മലയാളികൾ ശ്വാസം അടക്കിപ്പിടിച്ചാണ് സിനിമ കണ്ടു തീർത്തത്. എന്നാൽ അതേ വൈബിൽ തന്നെയാണ് ദൃശ്യം 3 വരെ പ്രേക്ഷകർ കണ്ടത്. ആ ജോർജ് കുട്ടിയുടെ മനസ്സും ചിന്തകളും കണ്ണീരും വേദനയുമൊക്കെ അതിതീവ്രമായി മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. കഥാപാത്രത്തിന് മോഹൻലാൽ നൽകുന്ന വൈകാരിക പൂർണ്ണത തന്നെയാണ് ദൃശ്യം 3ന്റെ നട്ടെല്ലെന്നു പറയാം. അതുതന്നെയാണ് മലയാളികൾ ദൃശ്യത്തിലൂടെ മോഹൻലാലിനെ ചേർത്തുപിടിച്ചത്. മോഹൻലാലിന്റെ കയ്യിൽ ജോർജ് കുട്ടി ഭദ്രമാണ്. അതുപോലെ തന്നെ ദൃശ്യം 3 പ്രേക്ഷകരുടെ കയ്യിലും ഭദ്രമാണ്. ചിത്രം 500 കോടി തൂക്കുമെന്നും ഉറപ്പാണ്. ഈ പോക്കുപോയാൽ അധികം വൈകാതെ തന്നെ 500 കോടിയിലേക്ക് ദൃശ്യം 3 എത്തുമെന്നാണ് ആരാധകരുടെയും വിലയിരുത്തൽ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.